ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റ് JEE എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. റീസെന്റ് നമ്മുടെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാവരും മിക്കപ്പോഴും നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, RRP ക്രാഷ് പ്രോഗ്രാം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ ക്രാഷ് പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ ക്രാഷ് പ്രോഗ്രാം മാത്രം പഠിച്ചാൽ എൻട്രൻസ് കിട്ടും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനൊരു ഫൈനൽ നമ്മളുടെ ഒരു ഒപ്പീനിയൻ, ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഒരിക്കലും ഇത് മാത്രമാണ് നിങ്ങൾ ഒബേ ചെയ്യേണ്ടതെന്നോ അല്ലെ ഇത് മാത്രമാണ് ശരി എന്ന ഒരു വാഗ്വാദവും നമുക്കില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. എന്റെ ഒപ്പീനിയൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. ആക്ച്വലി നിങ്ങൾക്കറിയാം, ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഡ്യൂറേഷനിലുള്ള ഒരു പ്രോഗ്രാം ആണ്. വളരെ ചെറിയ സമയം കൊണ്ട് നീറ്റിന്റെ അല്ലെങ്കിൽ JEE എക്സാമിന്റെ മുഴുവൻ സിലബസ് കവർ ചെയ്യുക. ഈവൻ കീമിന്റെ ആണെങ്കിൽ പോലും 2 വർഷത്തെ സിലബസ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കോമൺ സെൻസ് വെച്ച് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2 വർഷത്തെ സിലബസ് കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് കവർ ചെയ്യുന്നത് ഒരു ഷോർട്ട് ടൈം ഇന്റർവെല്ലാണ്. നമ്മളല്ല ക്രാഷ് പ്രോഗ്രാം നടത്തുന്നവര്. എഡ്യൂക്കേറ്റർ ലേണിംഗിന് ക്രാഷ് പ്രോഗ്രാം ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യം. ക്രാഷ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വേണ്ടെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്നത് പേഴ്സണലി ഞാൻ ക്രാഷ് പ്രോഗ്രാമിന് ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. മേ ബി അതിനുള്ള സന്നാഹങ്ങളും അത്രയും ഫാക്കൽറ്റീസും ചിലപ്പോൾ അടുത്ത വർഷം അത് കൊടുക്കാനുള്ള ഇതിലേക്ക് ഞങ്ങൾ എത്തുകയാണെങ്കിൽ നമ്മൾ അത് കൊടുക്കുകയും ചെയ്യും. റൈറ്റ് നൗ എന്തായാലും ഞങ്ങൾ ക്രാഷ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ഇതിലൂടെ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഏത് സ്ഥാപനത്തിന്റെ ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ മിനിമം അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടായിരിക്കണം. എന്നിട്ടേ നിങ്ങൾ അതിന് പോകാവുള്ളൂ. പോകണ്ടെന്നല്ല, എന്നിട്ടേ പോകാവുള്ളൂ എന്നതാണ്. സോ ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവർ കൂടി ഇതൊന്ന് മനസ്സിലാക്കട്ടെ എന്നത് മാത്രമാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ആർക്കൊക്കെയാണ് ക്രാഷ് നമുക്കത് നോക്കാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ നീറ്റിന്റെ, നമുക്കറിയാം 2 വർഷത്തെ നീറ്റ് സിലബസ്, +1ന്റെയും +2ന്റെയും നീറ്റ് സിലബസ്, അല്ലെങ്കിൽ +1ന്റെയും +2ന്റെയും JEE അല്ലെങ്കിൽ കീമിന്റെ സിലബസ് ഒരു മാസം അല്ലെ 1.5 മാസത്തെ ചെറിയൊരു ഡ്യൂറേഷനിലാണ് നമ്മളിത് തീർക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇത് ആരൊക്കെ അറ്റൻഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓൾറെഡി ഒരു റിപ്പീറ്റർ സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു ഫൈനൽ റിവിഷൻ വേണം, നിങ്ങൾക്ക് കുറെ മോക്ക് എക്സാമുകൾ എഴുതണം. ക്രാഷ് എക്സാം ഈസ് ഫോർ, നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി നീറ്റിനെ റിപ്പീറ്റ് ചെയ്ത കുട്ടിയാണ്, നിങ്ങൾക്ക് ഓൾറെഡി നീറ്റ് സിലബസിനെ പറ്റി നല്ല പൂർണ്ണ ബോധ്യമുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഫൈനൽ റിവിഷൻ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് ഗുണകരമായിരിക്കും, ഉറപ്പാണ്. 2, നിങ്ങളൊരു റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ച കുട്ടിയാണ്, നിങ്ങൾക്ക് ഇൻ ഡെപ്ത് സബ്ജക്ട് നോളജ് ഉണ്ട്, നിങ്ങളൊരു ഫൈനൽ റിവിഷൻ ആഗ്രഹിക്കുന്നു, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നവര് ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മോക്ക് സീരീസുകൾ മാത്രം എഴുതിയാലും മതി. അതായത് തിയറി ക്ലാസ്സിൽ പോയിരിക്കണമെന്ന് നിർബന്ധമില്ല, മോക്ക് സീരീസുകൾ മാത്രം എഴുതിയാലും മതി. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. 3ാമത്തെ കാറ്റഗറി, നിങ്ങൾ +1 +2 കറന്റ് പഠിച്ച് +2 ബോർഡ് എക്സാം എഴുതുകയും ഇതോടൊപ്പം ഇതിന് പാരലലായിട്ട് എൻട്രൻസ് കൊണ്ടുപോയവർ കാണും. ലോങ് ടൈം ബാച്ചുകളും ട്യൂഷൻ കം എൻട്രൻസ് ബാച്ചുകളിലൊക്കെ പഠിച്ച വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ക്രാഷ് പ്രോഗ്രാം ഏറെക്കുറെ ഗുണകരമായിരിക്കും. ഏറെക്കുറെ നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇനി ഇതൊന്നുമല്ല, ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ വെറും ഒരു കാണാതെ പഠിത്തമല്ല പഠിച്ചത്, നിങ്ങൾ സബ്ജക്ട് ഇൻഡെപ്ത് മനസ്സിലാക്കി, മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, നിങ്ങൾ അത് മര്യാദയ്ക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, കാണാതെ പഠിത്തമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, തലേന്നത്തെ ലൈവ് മാത്രം കണ്ടു പഠിച്ച ആളോടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷവും നിങ്ങൾ പ്രോപ്പറായിട്ട് സബ്ജക്ട് മനസ്സിലാക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും, കാരണം നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ട്, നിങ്ങൾക്കും ഉറപ്പായിട്ടും എന്ത് അറ്റൻഡ് ചെയ്യാം, ക്രാഷ് പ്രോഗ്രാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. കാരണം അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അടുത്ത കാര്യം, നിങ്ങൾ ഇതുവരെ നീറ്റോ JEO കീമോ ഇതൊന്നും സ്വപ്നം കണ്ടിട്ടേ ഇല്ല, അല്ലെങ്കിൽ സ്വപ്നമുണ്ട്, അതിനുവേണ്ടി ഒരു തരി കഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത്ര കാര്യമായി ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല, സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ അതാണ് ക്രാഷ് മാത്രം മതിയോ എന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചത് തന്നെ. സത്യത്തിൽ അങ്ങനെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ക്രാഷ് പ്രോഗ്രാം കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്ന് ഞാൻ പറയില്ല. ഉപകാരമുണ്ട്, പക്ഷെ ക്രാഷ് പ്രോഗ്രാം കൊണ്ട് മാത്രം എൻട്രൻസ് കിട്ടത്തില്ല. ക്രാഷ് മാത്രം അറ്റൻഡ് ചെയ്ത് എൻട്രൻസ് കിട്ടിയിട്ടുള്ള ഏത് വിദ്യാർത്ഥിയെ നിങ്ങൾ നോക്കിക്കോളൂ, അവർ ഇതിനു മുമ്പ്
അതായത് നമ്മൾ കാണുന്നത് ക്രാഷ് പ്രോഗ്രാം മാത്രം അറ്റൻഡ് ചെയ്ത കുട്ടിയായിരിക്കും. പക്ഷെ ഉറപ്പാണ് ആ കുട്ടി +1 +2 അല്ലെങ്കിൽ ഒരു വർഷമോ സമയമെടുത്ത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ചാനലുകളിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ സ്വന്തമായിട്ടോ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. 100% പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ജസ്റ്റ് 1.5 മാസത്തെ ക്രാഷ് പ്രോഗ്രാം മാത്രം അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് എൻട്രൻസ് കിട്ടില്ല. ഇനി കിട്ടും, കിട്ടത്തില്ല എന്നൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല. 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു 5% എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അങ്ങനെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ അല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു ക്രാഷ് അറ്റൻഡ് ചെയ്താൽ മാത്രം എൻട്രൻസ് കിട്ടും എന്നൊരു പച്ചക്കള്ളം പറയാൻ എന്റെ മനസ്സ് എന്നെ സമ്മതിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് നീറ്റ് ഓർ ജെഇ എന്ന് പറഞ്ഞൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ നിങ്ങൾ കാര്യമായി ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അടുത്ത വർഷം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നീറ്റ് അല്ലെങ്കിൽ ജെഇ പോലത്തെ ഒരു എക്സാമിനെ പറ്റി ഒരു സ്വപ്നമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചിട്ടുമില്ല. നിങ്ങൾക്കും ക്രാഷ് അറ്റൻഡ് ചെയ്യാം. ക്രാഷ് അറ്റൻഡ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. അതാണ് കാരണം. ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, ക്രാഷ് ക്ലാസ് പോയിരിക്കുക, എൻട്രൻസിന്റെ അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കുക, എൻട്രൻസിലെ കോമ്പറ്റീഷൻ അറിയുക, എൻട്രൻസിന്റെ സിലബസ് മനസ്സിലാക്കുക. അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ആർക്കും വീട്ടിൽ കൊണ്ട് തരാനും പറ്റത്തില്ല. അത് മറ്റൊരു സത്യമാണ്. പക്ഷെ എന്താ, നിങ്ങൾ നേരം പോക്കിന് പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ഒരു നീറ്റ് അല്ലെങ്കിൽ ജെഇ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കീം ക്രാക്ക് ചെയ്ത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലെങ്കിലും പഠിക്കണം എന്നൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ അടുത്ത വർഷത്തേക്ക് റിപ്പീറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാൻ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻട്രൻസ് എക്സാം എഴുതണോ വേണ്ടായോ, ഞാൻ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടായോ എന്ന് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ക്രാഷ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ അത് കൂട്ടുകാരുമായിട്ട് കമ്പനി അടിക്കാനോ അല്ലെങ്കിൽ നേരം പോക്കിന് പോയി ഇരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇപ്പൊ എറണാകുളം ടൗണിൽ എവിടെങ്കിലും ക്രാഷ് കോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ കറങ്ങി അടിച്ച് നടക്കാൻ വേണ്ടിയുള്ള ക്രാഷ് പ്രോഗ്രാമിന് പോക്കാകരുത്. വളരെ സീരിയസ് ആയിട്ട് എന്താണ് ക്രാഷ്, ക്രാഷിന്റെ സിലബസ് എന്താണ്, എത്രത്തോളം കോണ്ടന്റ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്, നമ്മളെന്ന് പറയുന്ന വ്യക്തി എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്, എൻട്രൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ വരെ ഇനി എത്താനുണ്ട്, +1 +2 ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ച സിലബസിലേത് പൊട്ടക്കിണറ്റിലെ തവള കിടക്കുന്ന പോലത്തെ ചെറിയൊരു സിലബസ് ആണെന്നും ഇതിന്റെ മുകളിലേക്കാണ് എൻട്രൻസ് എന്ന് പറയുന്ന വലിയ സാഗരം നിൽക്കുന്നതെന്നും നമ്മൾ അതിന്റെ സൈഡിൽ നിന്ന് വെറും ചൂണ്ടയിടുന്ന ആളാണെന്നും എൻട്രൻസ് എന്ന് പറയുന്നത് അതിലേക്ക് ഷിപ്പ് ഇറക്കി അതിലൂടെ മൂവ് ചെയ്ത് ആ ഷിപ്പിൽ കൂടെ ട്രാവൽ ചെയ്ത് അതിലെ മീൻപിടുത്തമാണ് എൻട്രൻസ്. അതാണെന്നും ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. അത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കും ക്രാഷ് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. നേരം പോക്കിനോ ചുമ്മാതെ പേരൻസിന്റെ കുറെ പൈസ കളയാനോ എന്റെ ഫണ്ട് പോകുന്നുണ്ട് എന്നാ ഞാനും പോയേക്കാം എന്ന ആറ്റിറ്റ്യൂഡുകാർക്ക് ക്രാഷ് പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളതല്ല. വെറുതെ പൈസ കളയരുത്. നമ്മുടെ പേരൻസ് ചെലവാക്കുന്ന 100 രൂപയ്ക്ക് പോട്ടെ 10 രൂപയ്ക്ക് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ആ വാല്യൂ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ, യെസ്, ക്രാഷ് പ്രോഗ്രാം നിങ്ങൾക്കുള്ളതാണ്. സോ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക, തീരുമാനമെടുക്കുക. ആത്മാർത്ഥമായി പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കും ഏത് ക്രാഷ് പ്രോഗ്രാമിലേക്കും പോകാം. ഏത് സ്ഥാപനമെന്നോ ഇന്നടുത്ത് പോകണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ എവിടെയാണോ അവിടെ പോയി പഠിക്കാവുന്നതാണ് മക്കളെ. അപ്പം അങ്ങനെ മാത്രം ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.